എക്സിബിഷന്റെ വീഡിയോ അപ്ലോഡ് ചെയ്ത പിന്നെ കമന്റ്സിൽ ഏറ്റവും കൂടുതൽ കണ്ട ചോദ്യമാണ് എത്രാം തീയതി വരെ ഉണ്ടാവും. അപ്പൊ പിന്നെ ഒരു വട്ടം കൂടി ഞാൻ മേമയുടെ പാപ്പന്റെ കൂടെ പോയിട്ടോ. കൂടെ ആയതുകൊണ്ട് ടിക്കറ്റിന് പ്രത്യേകിച്ച് റേറ്റ് കുറവൊന്നുമില്ല, 50 രൂപ തന്നെയാട്ടോ വരുന്നത്. മഴ ഇങ്ങനെ തുള്ളിച്ചാറി പോവാണെങ്കിൽ ഈ മാസം അവസാനം 31 തീയതി വരെ, അല്ല ഗംഭീര മഴയാണെങ്കിൽ 22 തീയതി വരെ ആയിട്ട് ഉണ്ടാവുള്ളൂ. നിങ്ങൾ ഇതുവരെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് എന്തായാലും വന്നോ, കാരണം ഐറ്റത്തിനൊക്കെ ഒടുക്കത്തെ ഡിസ്കൗണ്ട് റേറ്റ് കുറവിലാട്ടോ അവർ ഇപ്പൊ വിറ്റ് തീർക്കണേ. ആദ്യോളം കട കണ്ടു തീർന്നപ്പോഴേക്കും ഞങ്ങളുടെ കാലൊക്കെ കഴിച്ചിട്ട് ഒരു പാലക്കാടൻ മസാല സോഡ കഴിക്കാൻ പോയിട്ടോ. അടിപൊളി ഐറ്റം തന്നെ. അതിന്റെ പവറിൽ ബാക്കി കടകളൊക്കെ കണ്ടു നടന്നത്. ഡ്രസ്സിന്റെയും വളമാല കമ്മലിന്റെ അടുത്തെത്തി കഴിഞ്ഞാൽ പിന്നെ മേമയ്ക്ക് ഒരു വലിവ. അപ്പൊ ഞങ്ങള് പോസ്റ്റ് ആവാൻ വേണ്ടിയിരിക്കാൻ തൊട്ടപ്പുറത്തെ കടയിൽ നിന്ന് വല്ല മിഠായോ കപ്പലണ്ടിയോ നട്ട്സ് ഒക്കെ വാങ്ങി മുഴുകി തിന്നി. ഇതിപ്പോ സാധനങ്ങൾ വാങ്ങാൻ വന്നതാണോ അതോ തിന്നാൻ വേണ്ടി വന്നതാണോ എന്ന് ഞങ്ങൾക്ക് തന്നെ സംശയം. എല്ലാം കഴിഞ്ഞ് ബജ്ജിക്കടയിൽ എത്തിയൊന്നും ഇരിക്കാന്ന് വിചാരിച്ചപ്പോ സീറ്റുമ്പോ ഫുള്ള് ഇതേ കഴിച്ച പാത്രങ്ങൾ. ഇവർക്ക് ഇതൊക്കെ ഒന്ന് വേസ്റ്റ് കൊട്ടയിൽ ഇട്ടുകൂടെയല്ലേ? റേറ്റ് ഇത്തിരി കൂടുതലാണെങ്കിൽ എല്ലാം കൊല്ലം ഞങ്ങൾ ഇത് വരുമ്പോൾ മിസ്സാക്കാറില്ല കേട്ടോ. അതേപോലെ നിങ്ങൾ എക്സിബിഷൻ വരുമ്പോൾ മിസ്സാക്കാത്ത കാര്യം എന്താണെന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കല്ലേ. 5 ഇങ്ങനെ 50 രൂപ കണ്ടപ്പോ ഞങ്ങൾ വിചാരിച്ചു ഇനി എങ്ങാനും കിട്ടിയാലാ. കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊഫഷണൽ പോലെ എയിം ചെയ്ത് നേരെ ഇതിലേക്ക് കൊണ്ടിട്ടോ. കഴിഞ്ഞ വട്ടം വന്നപ്പോ ഫ്രീ ആയിട്ടായിരുന്നു നമ്മൾ ഇതുമൊക്കെ കയറിയിട്ടുണ്ടായിരുന്നത്. അതിന്റെ ഫുൾ വീഡിയോ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാൻ മറക്കല്ലേ കേട്ടോ. എല്ലാം കഴിഞ്ഞ് ഒരു ഐസ്ക്രീം മേടിച്ച് സമാപിക്കാന്ന് വെച്ചിട്ട് വെറൈറ്റിക്ക് റാസ്ബെറി ഓർഡർ ചെയ്താണ്. എനിക്കാണെങ്കിൽ ഒട്ടും ഇഷ്ടമായില്ല. പിന്നെ ശ്രേയായിട്ട് എക്സ്ചേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അടുത്ത പണി. മഴ കൊണ്ടിട്ട് വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. ഞാനാണെങ്കിൽ 10 മണിക്ക് ലൈവ് ഒക്കെ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ എത്താൻ പറ്റാത്തതുകൊണ്ട് അപ്പൊ തന്നെ ക്യാൻസൽ ഒക്കെ ചെയ്തു. കുറെ നേരം അവിടെ നിന്നോണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ നാട്ടുകാരൊക്കെ വന്ന് സഹായിച്ചു. അവസാനം ഞാൻ അച്ഛനെ വിളിച്ച് അച്ഛനൊക്കെ സ്റ്റാർട്ട് ആക്കി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ വീട്ടിലെത്തിയത്. അപ്പൊ ഇന്ന് ഇത്ര വിശേഷമുള്ള. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ ഓക്കെ, ബൈ.